അമേരിക്കയിലെ പ്രമുഖ ആരോഗ്യ ഇൻഷുറൻസ് സ്ഥാപന മേധാവി ബ്രയാൻ തോംസണിന്റെ കൊലപാതകത്തിൽ 6 ദിവസത്തെ അന്വേഷണത്തിനൊടുവിലാണ് പോലീസ് പ്രതിയിലേക്ക് എത്തിയത്. ഹോട്ടൽ റിസപ്ഷനിലെ CCTVയിൽ പതിഞ്ഞ മുഖം തിരിച്ചറിയുന്നവർക്ക് $10,000 അന്വേഷണ സംഘം പ്രഖ്യാപിച്ചിരുന്നത്. ഒടുവിൽ പെൻസിൽവേനിയയിലെ ഒരു മക്ഡൊണാൾഡ്സ് ജീവനക്കാരൻ ആ മുഖം തിരിച്ചറിഞ്ഞതോടെ ലൂയിജി മഞ്ചോനെ വലയിലാവുകയും ചെയ്തു. ഇക്കഴിഞ്ഞ ഡിസംബർ 4-നാണ് യുണൈറ്റഡ് ഹെൽത്ത് കെയർ CEO ബ്രയാൻ തോംസൺ ന്യൂയോർക്ക് നഗരത്തിൽ വെച്ച് കൊല്ലപ്പെട്ടത്. മീറ്ററുകൾ മാത്രം വ്യത്യാസത്തിൽ നിന്ന് അക്രമി നെഞ്ചിലേക്കുതിർത്ത വെടിയുണ്ടകളാണ് മരണത്തിലേക്ക് നയിച്ചത്. കൊലപാതക സ്ഥലത്ത് നിന്ന് ഇലക്ട്രിക് സൈക്കിളിൽ കടന്നുകളഞ്ഞ മാസ്ക് ധരിച്ച ഒരാളിലേക്കായിരുന്നു ആദ്യം അന്വേഷണം. തുടർന്ന് സമീപത്തെ ഒരു യൂത്ത് ഹോസ്റ്റലിലെ റിസപ്ഷനിലെ ദൃശ്യങ്ങളിൽ അതേ മുഖം പതിഞ്ഞു. ഇത്തവണ റിസപ്ഷനിസ്റ്റുമായി സംസാരിക്കുന്നതിന് മാസ്ക് നീക്കിയ പ്രതിയുടെ കൂടുതൽ വ്യക്തമായ ചിത്രങ്ങൾ പോലീസിന് ലഭിച്ചു. രാജ്യശ്രദ്ധ പിടിച്ചുപറ്റിയ കേസിൽ $10,000 പാരിതോഷികം പ്രഖ്യാപിച്ചുകൊണ്ടാണ് വാണ്ടഡ് പോസ്റ്ററുകൾ പതിച്ചത്. ഇത്രയും വലിയൊരു തുക പ്രഖ്യാപിച്ചതിൽ മറ്റു ചില കാരണങ്ങളും ഉണ്ടായിരുന്നു. സാധാരണക്കാർക്ക് അപ്രാപ്യമായ ആരോഗ്യ സംവിധാനങ്ങൾക്കെതിരായ ജനരോഷമായിരുന്നു പ്രധാനപ്പെട്ടത്. സമൂഹ മാധ്യമങ്ങളിൽ കിൽ ദ റിച്ച് എന്ന മുദ്രാവാക്യങ്ങൾ ഉയർന്നതും യുണൈറ്റഡ് ഹെൽത്ത് കെയർ ഓഫീസിന് മുന്നിൽ ജനം ആഹ്ലാദ പരിപാടികൾ സംഘടിപ്പിച്ചതുമെല്ലാം അതിൽപ്പെടുന്നു. കൊലപാതകത്തെ അപലപിക്കുമ്പോഴും കുറ്റകൃത്യം അടിയന്തരമായി തെളിയിക്കപ്പെടണമെന്ന ജനവികാരമൊന്നും രാജ്യത്തിനുണ്ടായില്ല. 5 ദിവസം കടന്നു പോകവേ പെൻസിൽവേനിയയിലെ അൾട്ടൂണയിലെ ഒരു മാക്ഡൊണാൾഡ്സിൽ ലാപ്ടോപ്പുമായിരുന്ന മാസ്ക് ധരിച്ച ഒരു യുവാവിൽ ഒരു ജീവനക്കാരന് സംശയം തോന്നി. ഇയാൾ അറിയിച്ച പ്രകാരം പോലീസ് എത്തി ID ആവശ്യപ്പെട്ടപ്പോൾ വ്യാജ ID-യാണ് യുവാവ് നൽകിയത്. മുൻപ് ഹോട്ടലിൽ മുറിയെടുക്കുന്നതിനും നൽകിയത് വ്യാജ ID ആയിരുന്നു. എന്നാൽ രൂപസാദൃശ്യവും പ്രതിയുടെ പക്കലുണ്ടായിരുന്നതിന് സമാനമായ ചില വസ്തുക്കളും തിരിച്ചറിഞ്ഞ പോലീസ് അയാളെ കസ്റ്റഡിയിലെടുത്തു. ബ്രയാൻ തോംസൺ വധത്തിലെ പ്രതിയെ തിരിച്ചറിഞ്ഞതോടെ വിവരങ്ങൾ പുറത്തുവിട്ടു പോലീസ്. ലൂയിജി മഞ്ചോന, 26 വയസ്സ്, കമ്പ്യൂട്ടർ എഞ്ചിനീയർ, അമേരിക്കയിലെ പ്രസിദ്ധമായ ഐവി ലീഗ് യൂണിവേഴ്സിറ്റികളിൽ ഒന്നിലെ മുൻ വിദ്യാർത്ഥി. കൊലപാതകത്തിന് പ്രേരണ എന്തെന്ന ചോദ്യത്തിന് യുവാവിന്റെ കയ്യിലെ 200-ലധികം പേജുകളുള്ള മാനിഫെസ്റ്റോയിൽ മറുപടി ഉണ്ടായിരുന്നു. കോർപ്പറേറ്റ് ശക്തികൾക്കെതിരായ വിരോധം, കൊലപാതകത്തിന് പിന്നിൽ മറ്റാരുമില്ലെന്നും ലൂയിജി മൊഴി നൽകി. ഇയാളുടെ ബാഗിൽ നിന്ന് 3D പ്രിന്റർ ഉപയോഗിച്ച് നിർമ്മിച്ച തോക്കും കണ്ടെത്തി. കൊലപാതകത്തിന് പുറമെ അനധികൃതമായി ആയുധം കൈവശം വയ്ക്കൽ, വ്യാജരേഖയുണ്ടാക്കൽ എന്നിങ്ങനെ 5 വകുപ്പുകളാണ് ലൂയിജിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അതേസമയം ലൂയിജിയെ മോചിപ്പിക്കുമെന്ന ആഹ്വാനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡിംഗ്. ലൂയിജിയുടെ പഠന മികവ് മുതൽ ഇൻസ്റ്റഗ്രാം ചിത്രങ്ങൾ വരെ ചർച്ചകളിലുണ്ട്. ലൂയിജിയുടെ എക്സ് അക്കൗണ്ട് അറസ്റ്റിന് ശേഷം 1,96,000-ലധികം ഫോളോവേഴ്സിലേക്ക് കുതിക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.